ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പനീർ ബിരിയാണിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, അതുപോലെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസിന് പകരം ജീര റൈസ് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കണം. ഒരു 2, 3, 4 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് വീണ്ടും കഴുകി അങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം വെള്ളം എല്ലാം കളഞ്ഞ് ഞാൻ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം കുറച്ച് ഒഴിച്ച് ഇതിനെ കുതിർത്ത് വെക്കണം. ഏകദേശം ഒരു 20 മിനിറ്റ്സ് നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കാം. ഇനി ഞാൻ വേറെ ഒരു ബൗളിലേക്ക് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ആ തൈരിലേക്ക് ആദ്യം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മതിയാവും. ചില്ലി പൗഡർ അതുപോലെ 1 ടീസ്പൂൺ, ടർമറിക് പൗഡറും 1/2 ടീസ്പൂൺ. ഇനി വേണ്ടത് ബിരിയാണി മസാലയാണ്. ബിരിയാണി മസാല ഞാൻ 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പനീർ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിക്സ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടെ വേണമെങ്കിൽ മുളക് പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പനീർ 400 ഗ്രാമോളാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ കുറച്ച് പോർഷൻ എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. കുറച്ച് പനീർ അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ പനീറിലും നമ്മുടെ മിക്സ് വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കുക. പക്ഷെ പനീർ നമ്മൾ സൂക്ഷിച്ച് ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകും. അത് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിനി ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കണം. ഏകദേശം ഒരു 20 to 30 മിനിറ്റ്സ് നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം കാഷ്യൂനട്ട് ഞാനിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കാഷ്യൂനട്ട് നമുക്കൊരു ഗോൾഡൻ കളർ ആവുന്ന രീതിയിലാവുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അതെല്ലാം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുക്കാം. ഇനി അതേ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് റൈസിൻസും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. റൈസിൻസ്, കാഷ്യൂസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് അളവ്. ഇപ്പോൾ റൈസിൻസ് എല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതും നെയ്യിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്യുന്നത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന പനീറാണ്. ഇത് നമുക്ക് എത്ര എടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കുന്നതാണ്. അപ്പം നമ്മൾ ബാക്കി വരുന്ന ആ നെയ്യിൽ തന്നെ ഇതിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡിലും ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡും ഒന്ന് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കണം. ഇതാ ഇപ്പം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാ സൈഡും ഇതുപോലെ നന്നായിട്ടൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് മാറ്റിയെടുക്കാം നമുക്കിനി. ഇനി നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ഒനിയനാണ്. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങളിപ്പോൾ നെയ്യ് ഒഴിച്ചത് കുറവാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ വാടി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്ക് ഈ ഒനിയൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതെല്ലാം കാഷ്യൂ, അതുപോലെ റൈസിൻസ്, പനീർ, ഒനിയൻ ഇതെല്ലാം നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഒനിയനെല്ലാം നല്ല ഗോൾഡൻ ആയിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇതിനി മാറ്റാം നമുക്ക്. ഇനി ഞാനിവിടെ ഒരു ചൂട് കട്ടിയുള്ള ഒരു കുക്കറിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് ഇടുന്നത് ബേ ലീവ്സ്, അതുപോലെ കുറച്ച് സിന്നമൺ ഇട്ട് കൊടുക്കണം. പിന്നെ സ്റ്റാർ ഇട്ട് കൊടുക്കണം.
ഇനി വേണ്ടത് കാടമം, പിന്നെ കുറച്ച് ക്ലോവ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന അരിയുണ്ട്, അത് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതിനി വെള്ളം എല്ലാം മാറ്റി കളഞ്ഞെടുത്തിട്ട് നമുക്ക് ഈ വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം എല്ലാം മാറ്റി എടുത്തതാണ് ഈ അരിയ. ഇതിനി നമുക്കിതിലിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കൂടുതൽ അങ്ങ് വെന്ത് പോവരുത്. ഇനി നമുക്കിത് വെള്ളം എല്ലാം മാറ്റി വാർത്തെടുക്കാം. ഇനി വേറെ ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് സ്പൈസസ് എല്ലാം ആഡ് ചെയ്യാം. ബേ ലീഫ്, സ്റ്റാർ അനീസ്, അതുപോലെ തന്നെ സിന്നമൺ ഇട്ട് കൊടുക്കാം 2 സ്റ്റിക്ക്, കുറച്ച് കാടമം, പിന്നെ കുറച്ച് ഗ്രാമ്പൂ. ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കി എടുക്കണം നമുക്ക്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ 2 കപ്പ് ഒനിയൻ ചേർക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തതാണ്. അതൊന്ന് ചേർത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ വഴറ്റിയെടുക്കണം. നിങ്ങൾക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം നെയ്യ് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടെന്നാണെങ്കിൽ കുറച്ച് എണ്ണയും കുറച്ച് നെയ്യുമായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പം ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. കുരു എല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. തക്കാളി കൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് അതിൻ്റെ കൂട്ടത്തിൽ സവോളയുടെ കൂട്ടത്തിൽ തന്നെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള പനീർ മിക്സാണ്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സവോള വഴറ്റിയതിൻ്റെ അകത്ത് അധികം ഉപ്പ് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിലും മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ റൈസ് വേവിച്ചപ്പോൾ അതിലും ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനി പനീർ ഒന്നും ഉടഞ്ഞു പോകാതെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ആവശ്യമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പനീറിന് അധികം വേവിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ച് നമ്മുടെ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കുക. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഇനി വേവിക്കണം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ റൈസ് എല്ലാം ഇട്ട് കൊടുക്കുക. അത് എല്ലാ സൈഡിലേക്കും നമുക്ക് നിരത്തി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം അതിലുണ്ടാവും. അതുകൊണ്ട് ഇനി വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒനിയൻ കുറച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ റേസിൻസ് ഫ്രൈ ചെയ്തത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കാഷ്യൂ കുറച്ചിട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം. ഇതിനി ദം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെക്കണം. വളരെ ചെറിയ തീയിൽ നമുക്കിതൊന്ന് 5 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അടച്ചു വെച്ച് തന്നെ വേവിക്കുക. ഇപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മളൊരു തവി ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ഇളക്കി നോക്കണം. കാരണം താഴെ ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരണം. അതുപോലെ പനീർ ഒന്നും ഒട്ടും ഉടഞ്ഞു പോകാതെ തന്നെ നമ്മൾ ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി താഴെയുള്ള ആ മിക്സ്, പനീറിൻ്റെ മിക്സും റൈസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. വളരെ ശ്രദ്ധിച്ച് തന്നെ ഇത് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പനീറിൻ്റെ മിക്സും അതുപോലെ റൈസും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്ന് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
പ്ലേറ്റിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പനീർ, കാഷ്യൂ, റൈസിൻസ്, ഒനിയൻ എല്ലാം കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ചെയ്യുന്ന ഓരോ അപ്ഡേഷൻസ്, ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടും. താങ്ക്